ഹലോ ഹലോ അപ്പം എല്ലാവർക്കും എജു കോർണറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു അതിമനോഹരമായ ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പോവാം. എന്താണ് ആ ടോപ്പിക്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചൊരു അതിമനോഹരമായ ടോപ്പിക് അല്ലേ? ആ ടോപ്പിക്കിന്റെ പേരെന്തായിരുന്നു? ഫണ്ടമെന്റൽ ഫോഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഫണ്ടമെന്റൽ ഫോഴ്സുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞേ അല്ലെ? ഫണ്ടമെന്റൽ ഫോഴ്സിനെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞേ? ആണ്. 4 ഫണ്ടമെന്റൽ ഫോഴ്സ് ഉണ്ട് ഇല്ലേ? 4 ഫണ്ടമെന്റൽ ഫോഴ്സ് ഏതൊക്കെ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, പിന്നെ ഏതായിരുന്നു വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. ഈ 4 ഫോഴ്സുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഈ 4 അടിസ്ഥാന സ്വഭാവം, അടിസ്ഥാന ബലങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഈ 4 ഫണ്ടമെന്റൽ ഫോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ അല്ലേ? ആണ്. നമ്മൾ ഫസ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സുകളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ അടുത്ത നമുക്ക് പറയാനുള്ള ഏത് ഫോഴ്സ് ആണ്? രണ്ടാമത്തെ ഫണ്ടമെന്റൽ ഫോഴ്സ്. രണ്ടാമത്തെ ഫണ്ടമെന്റൽ ഫോഴ്സിന്റെ പേരെന്താ? നോക്കിട്ട് പറയാം. രണ്ടാമത്തെ ഫണ്ടമെന്റൽ ഫോഴ്സിന്റെ പേരെന്താ? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. രണ്ടാമത്തെ ഫണ്ടമെന്റൽ ഫോഴ്സിന്റെ പേരാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഫുള്ള് പറയാൻ പോണ ഏതിനെ കുറിച്ചായിരിക്കും? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ചായിരിക്കും. ആരെ കുറിച്ചായിരിക്കും? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഓർക്കണം, ഈ ഫോഴ്സുകൾ എവിടെ ഉള്ളതായിരിക്കും? ആറ്റങ്ങളുടെ ന്യൂക്ലിയസിലുള്ളതായിരിക്കും. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഓർത്തോണം, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അല്ലെ? ഓക്കെ, നമുക്ക് പഠിക്കാൻ വേറൊരു ഫോഴ്സ് ഉണ്ട്, വേറൊരു ഫണ്ടമെന്റൽ ഫോഴ്സ് ഉണ്ട്. അതിന്റെ പേരെന്താ? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അതിന്റെ പേരെന്താ? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതിലും ന്യൂക്ലിയർ എന്നില്ലേ? ഓക്കെ, ഈ പേരിൽ എന്തുണ്ട്? ന്യൂക്ലിയർ എന്നുണ്ട്. ന്യൂക്ലിയർ എന്ന് കണ്ടാൽ ഓർത്തോണം, ഈ 2 ഫോഴ്സുകളും എവിടെ അനുഭവപ്പെടുന്നതായിരിക്കും? ആറ്റങ്ങളുടെ ന്യൂക്ലിയസിൽ. ഈ 2 ഫോഴ്സ് എവിടെ അനുഭവപ്പെടുന്നതായിരിക്കും? ആറ്റങ്ങളുടെ ന്യൂക്ലിയസിൽ. ഓക്കെ, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിൽ എന്തുണ്ട്? ന്യൂക്ലിയർ ഉണ്ട്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൽ എന്തുണ്ട്? ന്യൂക്ലിയർ ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഈ 2 ഫോഴ്സും അവിടെ അനുഭവപ്പെടുന്ന ന്യൂക്ലിയസ്, ആറ്റങ്ങളുടെ ന്യൂക്ലിയസ്. ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ ചുമ്മാ പറഞ്ഞെന്ന് മാത്രം, നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. ഓക്കെ, കിട്ടാൻ വേണ്ടി. വേറൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കണേ. ഓക്കെ, വേറൊരു കാര്യം, ഈ സാധനം പഠിക്കാൻ നമുക്ക് സാധനം ആവശ്യമുണ്ട്. ഓക്കെ, ഇതൊരു ആറ്റമാണെന്നിരിക്കട്ടെ. ഇതെന്താണ്? ഒരു ആറ്റമാണ്. ഓക്കെ, ആറ്റമാണ്. ഓക്കെ, ആറ്റത്തിന്റെ സെന്ററിന് എന്താ പറയാ? ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ സെന്ററിന് എന്താ പറയാ? ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനെ പുറത്ത് എന്ത് കാണാം? ഷെല്ലുകൾ കാണാം. ന്യൂക്ലിയസിനെ പുറത്ത് എന്ത് കാണാം? ഷെല്ലുകൾ കാണാം. ഈ വരച്ചേക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, ഈ വരച്ചേക്കുന്നുണ്ട്. ഈ വരച്ചൊരു സർക്കിൾ ഇല്ലേ? അതാണ് ഏറ്റവും പുറത്തുള്ള ഔട്ടർ ഷെല്ല്. ഏറ്റവും പുറത്തുള്ള ഔട്ടർ ഷെല്ല്. ഓക്കെ, ഇതൊരു ആറ്റമല്ലേ? ആറ്റത്തിന്റെ സെന്റർ ഈ ഏരിയക്ക് എന്താ പറയാ? ആറ്റത്തിന്റെ ഈ സെന്ററുള്ള ഈ ഏരിയക്ക് എന്താ പറയാ? ന്യൂക്ലിയസ്. ഈ വരച്ചിരിക്കുന്ന എന്താ? ഇത് ഇടയ്ക്കൊക്കെ ഒരുപാട് ഷെല്ലുകൾ വേറെ ഉണ്ട്, പക്ഷെ ഞാൻ ഈ വരച്ചത് മാത്രമേ ഉള്ളൂ ഏറ്റവും പുറമെയുള്ള ഔട്ടർ ഷെല്ല്. ഔട്ടർ ഷെല്ല് നോക്കണം. ഈ ന്യൂക്ലിയസിന്റെ റേഡിയസ് എത്രയാണെന്ന് അറിയാമോ? ഈ റേഡിയസ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? സെൻട്രലിന് സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? ആ സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്ത്? ന്യൂക്ലിയസ്. ഓക്കെ, ആ വരയ്ക്കണ നേർരേഖയാണ് എന്ത്? ന്യൂക്ലിയസ്. സോറി, എന്താ പറയാ? റേഡിയസ്. റേഡിയസ്. ഒരു ആറ്റത്തിന്റെ, ഏതൊരു ആറ്റം എടുത്താലും ഒരു ആവറേജ് കണക്ക് നമ്മൾ പറഞ്ഞത്, ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ റേഡിയസ് എത്രയാണെന്ന് അറിയാമോ? ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ റേഡിയസ് എത്രയാണെന്ന് അറിയാമോ? ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ റേഡിയസ് ആണെന്ന് വെച്ചാൽ എന്താ? റേഡിയസ്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് എന്നുള്ള മീനിങ് കേട്ടോ. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ് ഓഫ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ റേഡിയസ് ഏകദേശം 10⁻⁻15 മീറ്റർ ആയിരിക്കും. ഓക്കെ, ഏകദേശം അതിന്റെ ആ ഓർഡറിലായിരിക്കും. ഓക്കെ, 10⁻⁻15 മീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പം ഒരു ആറ്റത്തിന്റെ ഒരു ആവറേജ് കണക്ക് നമ്മൾ പറയണേ. ഒരു ആവറേജ് കണക്ക് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ റേഡിയസ് എത്ര ആയിരിക്കും? ആവറേജില് ന്യൂക്ലിയസിന്റെ റേഡിയസ് എത്ര ആയിരിക്കും? 10⁻⁻15 മീറ്റർ ആയിരിക്കും. ആ ഓർഡറിലായിരിക്കും, ആ റേഞ്ചിലായിരിക്കും വരിക. ഓക്കെ, ആറ്റം എന്ന് പറയുമ്പോൾ ഒരു ഫുൾ അല്ലേ? ഓക്കെ, ആറ്റത്തിന്റെ സെന്റർ എന്താ? ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന്റെ റേഡിയസ് എന്താ? 10⁻⁻15. പക്ഷെ ഈ ആറ്റത്തിന്റെ റേഡിയസ് എത്രയാണെന്ന് അറിയാമോ? ആറ്റം എന്ന് പറയുമ്പോൾ ഈ എല്ലാ ഷെല്ലുകളൊക്കെ വരണമല്ലോ, ന്യൂക്ലിയസ് മാത്രമല്ലല്ലോ. ആറ്റം എന്ന് പറയുമ്പോൾ ഈ ഷെല്ലുകളൊക്കെ വരുന്നതല്ലേ? ഈ ഫുള്ളിനല്ലേ നമ്മൾ ആറ്റം എന്ന് പറയാം. ഓക്കെ,
ഈ ആറ്റത്തിന്റെ റേഡിയസ് എന്താ? ആറ്റത്തിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ആറ്റത്തിന്റെ സെൻട്രൽ മുതൽ എന്താ ഔട്ടർ ഷെല്ലിലേക്കുള്ള അകലം അല്ലെ? ഔട്ടർ ഷെല്ലിൽ ഉൾപ്പെടുന്നതാണല്ലോ ആറ്റം. ഓക്കെ, ആറ്റത്തിന്റെ സെൻട്രൽ മുതൽ ഔട്ടർ ഷെല്ലിലേക്കുള്ള അകലം ഇതാണ് എന്ത്? റേഡിയസ് ഓഫ് ആറ്റം. റേഡിയസ് ഓഫ് ആറ്റം. ഇതെന്താ? റേഡിയസ് ഓഫ് ന്യൂക്ലിയസ്. ഇതെന്താ? റേഡിയസ് ഓഫ് ആറ്റം. റേഡിയസ് ഓഫ് ആറ്റം. റേഡിയസ് ഓഫ് ആറ്റം. ഓക്കെ, റേഡിയസ് ഓഫ് ആറ്റം. ആറ്റത്തിന്റെ റേഡിയസ് എത്ര അറിയോ? 10⁻⁻10 മീറ്റർ ഓർഡറിലായിരിക്കും. ആറ്റത്തിന്റെ റേഡിയസ് എത്ര ആയിരിക്കും? 10⁻10 മീറ്റർ ആ ഓർഡറിലായിരിക്കും. എന്നാൽ ന്യൂക്ലിയസിന്റെയോ 10⁻15 ഓർഡറിലായിരിക്കും. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ റേഡിയസ് എത്ര ആയിരിക്കും? 10⁻15 എന്ന ഓർഡറിലായിരിക്കും. ഓക്കെ, എന്നാൽ ആറ്റത്തിന്റെ ഫുൾ റേഡിയസ് എത്ര ആയിരിക്കും? 10⁻10 എന്ന ഓർഡറിലായിരിക്കും. ആർ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ് ഓഫ് ന്യൂക്ലിയസ്. ആർ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ് ഓഫ് ആറ്റം. ഓക്കെ, പറ 10⁻15 ആണോ 10⁻10 ആണോ വലുത്? 10⁻15 ആണോ 10⁻10 ആണോ വലുത്? പറയും. 10⁻15 ആണോ 10⁻10 ആണോ വലുത്? ഏറ്റവും വലുത് ഏതായിരിക്കും? 10⁻10 ആയിരിക്കും. ഓക്കെ, മൈനസ് വന്നോണ്ട് ഏറ്റവും ചെറുതായിരിക്കും വലുത്. അതായത് 10⁻15 ആണോ 10⁻10 ആണോ വലുത്? അവിടെ വലുത് എന്ത് തന്നെ? 15 ഉള്ള 10⁻15 ആണ് വലുത്. പക്ഷെ 10⁻15 ആണോ 10⁻10 ആണോ വലുത്? ഇവിടെ വലുത് 10⁻10 ആയിരിക്കും. കാരണം ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? മൈനസ് വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഓക്കെ, അപ്പൊ എന്താ? ഒരു ന്യൂക്ലിയസിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഏതിന്റെ ഓർഡറിലായിരിക്കും? 10⁻15 ഓർഡറിലായിരിക്കും. ഒരു ആറ്റത്തിന്റെ ആരം, ഒരു ആറ്റത്തിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്ര ഓർഡറിലായിരിക്കും? 10⁻10 എന്ന ഓർഡറിലായിരിക്കും. അല്ലേ? ആണ്. വെരി ഗുഡ്. ഓക്കെ, ഞാനിപ്പോ മനസ്സിലാക്കാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഈ ചാപ്റ്റർ നമുക്ക് ഇത് പറയാൻ വേണ്ടി ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് പറയാൻ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല ആവശ്യമുണ്ട്. ഓക്കെ, നല്ല ആവശ്യം. ഓക്കെ, അപ്പൊ എന്താണ്? ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ റേഡിയസ് എത്ര ഓർഡറായിരിക്കും? 10⁻15. ഒരാറ്റത്തിന്റെ റേഡിയസോ 10⁻10 അല്ലെ? ഓക്കെ, ഒരാറ്റത്തിന്റെ റേഡിയസ് എത്ര ആയിരിക്കും? 10⁻10 അല്ലേ? ആണ്. നോക്കൂ. എടാ, ഞാൻ ഈ പേര് കണ്ടപ്പോഴേ നിങ്ങൾക്ക് പറഞ്ഞു. എന്താ പേര്? നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ ഫണ്ടമെന്റൽ ഫോഴ്സിന്റെ പേരെന്താ? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. രണ്ടാമത്തെ ഫണ്ടമെന്റൽ ഫോഴ്സിന്റെ പേരെന്താ? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അല്ലേ? ഓക്കെ, എടാ, ഇതിന്റെ പേരിൽ എന്തുണ്ട്? ന്യൂക്ലിയർ എന്നുണ്ട്. ഓക്കെ, ഇതിന്റെ പേരിൽ എന്തുണ്ട്? ന്യൂക്ലിയർ എന്നുണ്ട്. ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ ഫോഴ്സ് അനുഭവപ്പെടുന്ന എവിടെ ആയിരിക്കും? ആറ്റങ്ങളുടെ ന്യൂക്ലിയസിലായിരിക്കും. ഈ ഫോഴ്സ് എവിടെ അനുഭവപ്പെടുക? ആറ്റങ്ങളുടെ ന്യൂക്ലിയസിലായിരിക്കും. ഈ ഫോഴ്സ് എവിടെ ആയിരിക്കും അനുഭവപ്പെടുക? ആറ്റങ്ങളുടെ ന്യൂക്ലിയസിൽ. അതിന് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണെങ്കിലോ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണെങ്കിലോ രണ്ടും എവിടെ അനുഭവപ്പെടുക? ആറ്റങ്ങളുടെ സെന്ററായ ന്യൂക്ലിയസിലായിരിക്കും. ഓക്കെ അല്ലേ? ആണ്. ഓക്കെ, എടാ, വേറെ സംഭവം ഞാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, ചില ആറ്റങ്ങൾ ഉണ്ടല്ലോ, ചില ആറ്റങ്ങൾ എടുക്കുമ്പോൾ ചില ആറ്റങ്ങൾ ഞാൻ എടുത്തു വയ്ക്കട്ടെ. ചില ആറ്റങ്ങളുടെ ന്യൂക്ലിയസിനുണ്ടല്ലോ, ഇതാണല്ലോ ഫുൾ ആറ്റം, ഇതാണല്ലോ അതിന്റെ ന്യൂക്ലിയസ്. ചില ആറ്റങ്ങളുടെ ന്യൂക്ലിയസിന് ഭയങ്കര വെയിറ്റ് ആയിരിക്കും, ഭയങ്കര മാസ്സായിരിക്കും, ഭയങ്കര വെയിറ്റ് ആയിരിക്കും. ചില ആറ്റങ്ങളുടെ ന്യൂക്ലിയസിന് ഭയങ്കര വെയിറ്റ് ആയിരിക്കും. ഓക്കെ, ഭയങ്കര വെയിറ്റ് ഉള്ള അത്തരം ന്യൂക്ലിയസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹെവി ന്യൂക്ലിയസ്. എന്താ വിളിക്കുക? ഹെവി ന്യൂക്ലിയസ്. ഓക്കെ, അങ്ങോട്ടതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹെവി ന്യൂക്ലിയസ്. നല്ല ഭാരമുള്ള, നല്ല മാസ്സുള്ള ന്യൂക്ലിയസുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹെവി ന്യൂക്ലിയസ്. ഓക്കെ, ഹെവി ന്യൂക്ലിയസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? ചില ആറ്റങ്ങളുടെ ന്യൂക്ലിയസിന് ഭയങ്കര മാസ് കൂടുതലായിരിക്കും. ഓക്കെ, ചില ആറ്റങ്ങൾക്ക് ഭയങ്കര മാസ്സായിരിക്കും, ആറ്റങ്ങളുടെ ന്യൂക്ലിയസിന് ഭയങ്കര മാസ്സായിരിക്കും. അങ്ങനെ ഭയങ്കര മാസ്സുള്ള ന്യൂക്ലിയസിനെ വിളിക്കുന്ന പേരെന്താ? ഹെവി ന്യൂക്ലിയസ്. അങ്ങനെ ഭയങ്കര ഭാരമുള്ള ന്യൂക്ലിയസിനെ വിളിക്കുന്ന പേരെന്താ? ഹെവി ന്യൂക്ലിയസ്.
ഈ ഹെവി ന്യൂക്ലിയസ് ഉള്ള നല്ല ഭാരമുള്ള ന്യൂക്ലിയസ് ഉള്ള ആറ്റങ്ങൾ ഭയങ്കര അൺസ്റ്റേബിൾ ആയിരിക്കും. ഭയങ്കര ആറ്റങ്ങൾ ഇങ്ങനെ ഹെവി മാസുള്ള ഭയങ്കര മാസുള്ള ന്യൂക്ലിയസ് ഉള്ള ആറ്റങ്ങൾ ഉണ്ടല്ലോ, അങ്ങോട്ട് ആറ്റങ്ങൾ എന്തായിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കും. അങ്ങോട്ട് ആറ്റങ്ങൾ എന്തായിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കും. അതിന് സ്റ്റെബിലിറ്റി ഉണ്ടോ? ഇല്ല, അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, എടാ ഭയങ്കര ഹെവി ന്യൂക്ലിയസ് ഉള്ള ആറ്റങ്ങൾ എന്തായിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ ഈ ആറ്റങ്ങൾ ഇങ്ങനെ നിൽക്കാൻ നോക്കുവോ? ഇല്ല. അവരിങ്ങനെ നിൽക്കാൻ നോക്കുവോ? ഇല്ല. അവരെന്ത് കുറയ്ക്കാൻ നോക്കും? ന്യൂക്ലിയസിന് എന്ത് കുറയ്ക്കാൻ നോക്കും? ഭാരം കുറയ്ക്കാൻ നോക്കൂലേ? ന്യൂക്ലിയസിന് എന്ത് കുറയ്ക്കാൻ നോക്കും? ഭാരം കുറയ്ക്കാൻ നോക്കും. ന്യൂക്ലിയസിന്റെ ഭാരം കുറയ്ക്കാൻ നോക്കും. അപ്പം ഈ ഹെവി ന്യൂക്ലിയസ് ഉണ്ടല്ലോ, ഭയങ്കര ഭാരമുള്ള ന്യൂക്ലിയസ് ഉണ്ടല്ലോ, അവരെന്തായിട്ട് മാറും? ഭാരം കുറഞ്ഞ ന്യൂക്ലിയസ് ആയിട്ട് മാറൂലേ? ഭാരം കുറഞ്ഞ ന്യൂക്ലിയസ് ആയിട്ട് മാറൂലേ? ലെസ് ഹെവി ആയിട്ട് മാറൂലേ? ഇത് നല്ല ഹെവിയാ, ഈ ന്യൂക്ലിയസ് എന്താ? ഭയങ്കര ഹെവിയാ. പക്ഷെ ഇവരെന്തായിട്ട് മാറും? ലെസ് ഹെവി ആയിട്ട് മാറും. ഇവരെന്തായിട്ട് മാറും? ലെസ് ഹെവി ആയിട്ട് മാറും. അല്ലേ? ഇവരുടെ ന്യൂക്ലിയസിന് എന്താ? ഭയങ്കര വെയിറ്റ് കൂടുതലാ. ഇവരുടെ ന്യൂക്ലിയസിന് ഭയങ്കര വെയിറ്റ് കൂടുതലായ കാരണം ഈ ആറ്റം എന്താ? അൺസ്റ്റേബിൾ അല്ലേ? ഈ ന്യൂക്ലിയസ് എന്താ? അൺസ്റ്റേബിളാ. ഓക്കെ, അപ്പൊ അവരെന്തായിട്ട് മാറും? ഭാരം കുറഞ്ഞ ലെസ് ഹെവി, കുറച്ച് വെയിറ്റ് ഉള്ള ന്യൂക്ലിയസ് ആയിട്ട് മാറൂലേ? ലെസ് ഹെവി ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഇല്ലേ? അപ്പൊ ലെസ് ഹെവി ന്യൂക്ലിയസ് ആയിട്ട് മാറും ഇവർക്ക് എന്ത് കിട്ടും? സ്റ്റെബിലിറ്റി കിട്ടും. ലെസ് ഹെവി ന്യൂക്ലിയസ് ആയിട്ട് മാറും ഇവർക്ക് എന്ത് കിട്ടും? സ്റ്റെബിലിറ്റി കിട്ടും. ആദ്യം സ്റ്റെബിലിറ്റി ഉണ്ടോ? ഇല്ല. ആദ്യം ഭയങ്കര വെയിറ്റ് കൂടുതലാണ് ന്യൂക്ലിയസിന്. അങ്ങനെ ഭയങ്കര വെയിറ്റ് കൂടുതലുള്ള ന്യൂക്ലിയസ് ഉള്ള ആറ്റങ്ങൾ എന്തായിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കും. പക്ഷെ ഇവർക്ക് സ്റ്റെബിലിറ്റി വേണ്ടേ? ഇവർക്ക് നല്ല സ്റ്റെബിലിറ്റി വേണ്ടേ? ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യും? ന്യൂക്ലിയസിന്റെ വെയിറ്റ് കുറയ്ക്കും. അപ്പം ഹെവി ന്യൂക്ലിയസ് എന്തായിട്ട് മാറും? ലെസ് ഹെവി ആയിട്ട് മാറും. ഇല്ലേ? മാറും. ഓക്കെ ഓക്കെ അപ്പൊ ലെസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നല്ല ഭയങ്കര മാസുള്ള ഭയങ്കര ഹെവി മാസുള്ള ചില ന്യൂക്ലിയസ് ഉണ്ട്, അവർ അൺസ്റ്റേബിൾ ആയിരിക്കും. അവരെങ്ങോട്ട് മാറും? ലെസ് ഹെവി ഉള്ളതായിട്ട് മാറും. ഓക്കെ, ഈ ന്യൂക്ലിയസിന്റെ വെയിറ്റ് കുറയ്ക്കും. എന്നിട്ട് അവർ എന്ത് നേടും? സ്റ്റെബിലിറ്റി നേടും. ഇല്ലേ? എടാ, ഈ ന്യൂക്ലിയസ് ആദ്യം ഭയങ്കര ഹെവി അല്ലേ? ഓക്കെ, ഈ ന്യൂക്ലിയസ് എന്താ? ഹെവിയാണ്. അപ്പം ഇത് ഭാരം കുറച്ചില്ലേ? ഓക്കെ, ഇത് എന്ത് ചെയ്തു? ഭാരം കുറച്ചു. ഭാരം കുറയ്ക്കണ്ടേ? ഓക്കെ, ഭാരം കുറയ്ക്കണം. ഈ ന്യൂക്ലിയസ് ഇങ്ങനെ ഭാരം കുറയ്ക്കുന്ന ഭാരം കുറച്ച് സ്റ്റെബിലിറ്റി നേടുന്ന ഈ പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്? ഡീകേ. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്? ഡീകേ. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്? ഡീകേ. അപ്പൊ എന്താണ് ഡീകേ? പറ. ഓക്കെ, അപ്പൊ എന്താ ഡീകേ? ചില ആറ്റങ്ങളുണ്ട്, ചില എലമെന്റ് ഉണ്ട്. ഓക്കെ, ചില ആറ്റങ്ങളുടെ ന്യൂക്ലിയസിന് എന്തായിരിക്കും? ഭയങ്കര വെയിറ്റ് ആയിരിക്കും, ഭയങ്കര ഹെവി ന്യൂക്ലിയസ് ആയിരിക്കും. അങ്ങോട്ട് ന്യൂക്ലിയസ് എന്താ? അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ന്യൂക്ലിയസ് നിൽക്കാൻ നോക്കുവോ? ഇങ്ങനെ അൺസ്റ്റേബിൾ ആയിട്ട് ന്യൂക്ലിയസ് നിൽക്കാൻ നോക്കുവോ? ഇല്ല, ഇങ്ങനെ നിൽക്കാൻ നോക്കൂല. അവർ ഉടനെ എന്തിലേക്ക് മാറും? ഹെവിനെസ് കുറഞ്ഞ, വെയിറ്റ് കുറഞ്ഞ ന്യൂക്ലിയസ് ആയി മാറൂലേ? ഓക്കെ, വെയിറ്റ് കുറഞ്ഞ ന്യൂക്ലിയസ് ആയിട്ട് മാറുമ്പോൾ അവർക്ക് എന്ത് കിട്ടും? സ്റ്റെബിലിറ്റി കിട്ടും. ഓക്കെ, ഇങ്ങനെ ഹെവി ന്യൂക്ലിയസ് വെയിറ്റ് കുറഞ്ഞ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്ന പ്രവർത്തനമാണ് എന്ത്? പ്രോസസ്സാണ് എന്ത്? ഡീകേ. എന്താ പറയാ? ഡീകേ. അപ്പൊ ഡീകേ എന്താ മനസ്സിലായോ? എന്താ ഡീകേ? It is a process in which heavy nucleus is converted to less heavy nucleus. എന്താ ഈ ഡീകേ? പറ. എന്താ ഡീകേ? കേക്കട്ടെ. It is a process in which heavy nucleus is converted to less heavy nucleus. അല്ലേ? ആണോ? ആണ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഹെവി ന്യൂക്ലിയസ് ലൈറ്റ് ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഏത് പ്രോസസ് വഴി? ഡീകേ വഴി ഹെവി ന്യൂക്ലിയസ് എന്തായിട്ട് മാറും? ലൈറ്റ് ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഇല്ലേ? ലെസ് ഹെവി ന്യൂക്ലിയസ് ആയിട്ട് മാറൂലേ? മാറും. ഓക്കെ, എടാ നോക്ക്, ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോട്ടോ. ഓക്കെ, എടാ ഇത് ഭയങ്കര ഹെവി ന്യൂക്ലിയസ് അല്ലേ? ഇത് ലെസ് ഹെവി അല്ലേ? ആണ്, ലെസ് ഹെവി ആണ്. ഓക്കെ, എടാ ഇതിന്റെ വെയിറ്റ് കുറയണം എന്നുണ്ടെങ്കിൽ, ഇതേപോലെ കുറയണം എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് പുറത്തുവിടണ്ടേ? എടാ, ഇതിനകത്ത് വെയിറ്റ് കൂട്ടുന്ന സാധനങ്ങൾ ഒരുപാടില്ലേ? ഇതിനകത്ത് വെയിറ്റ് കൂട്ടുന്ന ഒരുപാട് സാധനങ്ങളില്ലേ? ഉണ്ട്. ഓക്കെ, ഇതിന്റെ വെയിറ്റ് ഇങ്ങനെ കുറയണമെന്നുണ്ടെങ്കിൽ ഈ വെയിറ്റ് കൂട്ടുന്ന സാധനങ്ങൾ എടുത്ത് പുറത്ത് കളയണ്ടേ? ഈ വെയിറ്റ് കൂട്ടുന്ന സാധനങ്ങൾ എന്ത് ചെയ്യണം? പുറത്ത് കളയണം. ഓക്കെ, അപ്പൊ ഈ വെയിറ്റ് കൂട്ടുന്ന സാധനങ്ങൾ എന്ത് ചെയ്യണം? പുറത്ത് കളയണം. ന്യൂക്ലിയസിനകത്ത് ഒരുപാട് വെയിറ്റ് കൂട്ടുന്ന സാധനങ്ങളില്ലേ? അതെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? പുറത്തോട്ട് ഇടണം. ഓക്കെ,
അപ്പൊ ഡീക്കെ നടക്കുമ്പോൾ എന്താ സംഭവിക്കണേ? ഈ ന്യൂക്ലിയസിനെ ഹെവി ആക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുണ്ട്, ഈ ന്യൂക്ലിയസിനെ ഭാരം കൊടുക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഡീക്കെ നടക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ സാധനങ്ങൾ എടുത്ത് എന്ത് ചെയ്യും? പുറത്തോട്ട് കളയും. ന്യൂക്ലിയസിന് ഡീക്കെ നടക്കുമ്പോൾ എന്താ പറ്റുക? ന്യൂക്ലിയസ് അതിനകത്ത് വെയിറ്റ് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് എന്ത് ചെയ്യും? പുറത്തോട്ട് കളയും. പുറത്തോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? വെയിറ്റ് കുറയും. വെയിറ്റ് കുറയുമ്പോൾ അതിന് എന്ത് കിട്ടും? സ്റ്റെബിലിറ്റി കിട്ടും. ആ ന്യൂക്ലിയസ് എന്ത് കിട്ടും? സ്റ്റെബിലിറ്റി കിട്ടും. ഇല്ലേ 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 ആണ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് സംഭവം. എല്ലാ കൺസെപ്റ്റിലാണ്, എല്ലാം ഓർത്താൽ മതി. ഡീക്കെ നടക്കുമ്പോൾ ഇത്രേ ഉള്ളൂ. ന്യൂക്ലിയസിന്റെ വെയിറ്റ് കുറയ്ക്കണം. ന്യൂക്ലിയസിന്റെ വെയിറ്റ് എങ്ങനെ കുറയ്ക്കണേ? ന്യൂക്ലിയസിനകത്ത് വെയിറ്റ് കൊടുക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്, അതിനെടുത്ത് വെളിയോട്ടിടുക, അതിനെ വലിച്ചെടുത്ത് പുറത്തിടുക. ഓക്കെ, ഡീക്കെ നടക്കുമ്പോൾ അതാ സംഭവിക്കണം. ന്യൂക്ലിയസ് ഡീക്കെ നടക്കാന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഒരു ന്യൂക്ലിയസ് ഡീക്കേക്ക് വിധേയമാകുന്ന പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിനകത്തുനിന്ന് സാധനങ്ങൾ വെളിയിലോട്ടിടുക. ഓക്കെ, അതിനകത്തുനിന്ന് എന്തൊക്കെയോ പുറത്തോട്ട് വരിക. ഓക്കെ, അതാണ് എന്ത്? ഡീക്കെ അല്ലേ? ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഡീക്കെ എന്താണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഡീക്കെ എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, ഡീക്കെ എന്തായി മനസ്സിലായി. ഓക്കെ, എടാ ഇത് നല്ല ഹെവി ന്യൂക്ലിയസ് ആണെന്നിരിക്കട്ടെ, ഇത് ഭയങ്കര ഭാരം കൂടിയ ഒരു ന്യൂക്ലിയസ് ആണെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇത് എന്തിന് ചാൻസ് ഉണ്ട്? ഇത് എന്ത് നടക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്? സ്റ്റെബിലിറ്റി നേടാൻ വേണ്ടി ഡീക്കെ നടക്കും ഇല്ലേ? ഹെവി ന്യൂക്ലിയസ് എന്ത് ചെയ്യാ? സ്റ്റെബിലിറ്റി നേടാൻ വേണ്ടി ഡീക്കെ നടത്തണേ. ഓക്കെ, ഡീക്കെ നടത്താന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? സാധനങ്ങളെ പുറത്തോട്ട് കളയാ, ന്യൂക്ലിയസിനകത്തുനിന്ന് സാധനങ്ങളെ പുറത്തോട്ട് കളയാ അല്ലേ? ഓക്കെ, അതിന് പറഞ്ഞ പേരാണ് എന്ത്? ഡീക്കെ. അതിന് പറഞ്ഞ പേരാണ് എന്ത്? ഡീക്കെ. ഓക്കെ, എടാ സാധാരണ ഒരു ന്യൂക്ലിയസ് 3 ഡീക്കേക്കാ പോലെ. സാധാരണ ഒരു ന്യൂക്ലിയസ് വിജയമാവുന്നത് 3 ടൈപ്പ് ഡീക്കേക്കാ. ഓക്കെ, 3 ടൈപ്പ് ഡീക്കെ. ഒന്നാണ് ആൽഫ ഡീക്കെ, ഒന്നാണ് ആൽഫ ഡീക്കെ, ഒന്നാണ് ബീറ്റ ഡീക്കെ, വേറൊന്നാണ് ഗാമ ഡീക്കെ. അപ്പൊ ഹെവി ന്യൂക്ലിയസ് ആണെങ്കിൽ, ഹെവി ഭാരം കൂടിയ ന്യൂക്ലിയസ് എന്ത് കാണിക്കുള്ളൂ? ഡീക്കെ കാണിക്കുള്ളൂ. ഡീക്കെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആ ന്യൂക്ലിയസിന് എന്ത് പുറത്തു പോകും? ഒരുപാട് വെയിറ്റ് ഉള്ള സാധനങ്ങള് പുറത്തും, അതിന് വെയിറ്റ് കൊടുക്കുന്ന ഒരുപാട് സാധനങ്ങൾ പുറത്ത് വലിച്ചെടുത്തിരുന്ന പ്രവർത്തനമാണ് എന്ത്? ഡീക്കെ. ഓക്കെ, അപ്പൊ ഒരു ന്യൂക്ലിയസ് സാധാരണ എത്ര ഡീക്കെ ഒക്കെ പോലെ? 3 ഡീക്കെ. ഏതൊക്കെ? ആൽഫ ഡീക്കെ, ബീറ്റ ഡീക്കെ, ഗാമ ഡീക്കെ. എടാ ആൽഫ ഡീക്കെ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ഓക്കെ, ഈ ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? ആൽഫ പാർട്ടികൾ ഉണ്ട്. ഈ ന്യൂക്ലിയസിനകത്ത് ആരുണ്ട്? ആൽഫ പാർട്ടികൾ ഉണ്ട്. ന്യൂക്ലിയസ് അതിനകത്തുള്ള ആൽഫ പാർട്ടികൾ എടുത്ത് പുറത്തിടുമ്പോ അതെന്തായി? ആൽഫ ഡീക്കെ അല്ലേ? ഡീക്കെ എന്ന് പറഞ്ഞാൽ എന്താ? സാധനത്തെ എടുത്ത് പുറത്തിടുക. ആൽഫ ഡീക്കെ എന്ന് പറഞ്ഞാലോ ന്യൂക്ലിയസിനകത്തുള്ള ആൽഫനെ എടുത്ത് പുറത്തിടുക അല്ലേ? ന്യൂക്ലിയസിനകത്തുള്ള ആൽഫനെ എടുത്ത് പുറത്തിട്ടാൽ എന്ത് ഡീക്കെ ആയി? ആൽഫ ഡീക്കെ. അപ്പൊ ന്യൂക്ലിയസിനകത്തുള്ള ബീറ്റ പാർട്ടിക്കിൾ എടുത്ത് പുറത്തിട്ടാലോ? ഓക്കെ, ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? ബീറ്റ പാർട്ടിക്കിൾ ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? ബീറ്റ പാർട്ടിക്കിൾ ഉണ്ട്. ആ ബീറ്റ പാർട്ടിക്കിൾ എടുത്ത് വെളിയിലിട്ടാലോ എന്ത് പറയാം? ബീറ്റ ഡീക്കെ. വെളിയിലിടുന്നതാണല്ലോ ഡീക്കെ, എടുത്ത് വെളിയിലോട്ട് എറിയുന്നതാണല്ലോ ഡീക്കെ. വെളിയിലോട്ട് എറിഞ്ഞിട്ട് ചെറുതായി മാറുന്നതാണല്ലോ ഡീക്കെ. ബീറ്റ ഡീക്കെ എന്താ പറ്റുക? ന്യൂക്ലിയസിനകത്തുനിന്ന് എന്ത് വെളിയിലോട്ട് പോകും? ബീറ്റ പാർട്ടിക്കിൾ. എന്ത് പോകും? ബീറ്റ പാർട്ടിക്കിൾ. അപ്പൊ എന്താ ഗാമ ഡീക്കെ? അപ്പൊ എന്താ ഗാമ ഡീക്കെ? ഈ ന്യൂക്ലിയസിൽ നിന്ന് എന്ത് പുറത്തു പോവുക? ഗാമ റേഡിയേഷൻസ്. ന്യൂക്ലിയസിനകത്തുള്ള ഗാമ റേഡിയേഷൻസ് എന്ത് ചെയ്യുക? പുറത്തോട്ട് പോവുക. ന്യൂക്ലിയസിനകത്തുള്ള ഗാമ റേഡിയേഷൻസ് എന്താ ചെയ്യാൻ പോണേ? പുറത്തോട്ട് പോവുക. അപ്പൊ എന്ത് ഡീക്കെ ആയി? ഗാമ ഡീക്കെ. അപ്പൊ എന്ത് ഡീക്കെ ആയി? ഗാമ ഡീക്കെ. ഓക്കെ, അപ്പൊ ന്യൂക്ലിയസ് എത്ര ഡീക്കെ? സാധാരണ പോലെ 3 ഡീക്കെ. ഏതാ? ആൽഫ ഡീക്കെ, ബീറ്റ ഡീക്കെ, ഗാമ ഡീക്കെ. ആൽഫ ഡീക്കെ എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ പാർട്ടിക്കിൾ പുറത്തു പോകുമ്പോ. ബീറ്റ ഡീക്കെ എന്ന് പറയുമ്പോഴോ ഇതിനകത്തുള്ള ബീറ്റ പാർട്ടിക്കിൾ പുറത്തു പോകുമ്പോ. ഗാമ ഡീക്കെ എന്ന് പറഞ്ഞാലോ ഇതിന് ഗാമ റേഡിയേഷൻസ് പുറത്തു പോകുമ്പോ അല്ലേ? ആണ്. ഓക്കെ, എടാ ഈ ബീറ്റ ഡീക്കെ നടക്കുമ്പോഴേ ഈ ബീറ്റ ഡീക്കെ നടക്കുമ്പോ ചില പാർട്ടിക്കിൾസ് ഉണ്ടാവും, ചില പാർട്ടിക്കിൾസും കൂടെ പുറത്തു വരും. ഓക്കെ, ഈ ബീറ്റ ഡീക്കെ നടക്കുമ്പോൾ ചില പാർട്ടിക്കിൾസും കൂടെ പുറത്തു പോകും. നമുക്ക് ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് പറയാൻ വേണ്ടി ആരെ മാത്രമേ ആവശ്യമുള്ളൂ? ബീറ്റ ഡീക്കെനെ മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, ആൽഫ ഡീക്കയിലും ഗാമ ഡീക്കയിലും ആൽഫ ഡീക്കയും ഗാമ ഡീക്കയും നമുക്കിവിടെ ആവശ്യമില്ല. ഓക്കെ, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് പറയണമെങ്കിൽ ആര് വേണ്ടി വരുള്ളൂ? ബീറ്റ ഡീക്കെ മാത്രം. ഓക്കെ, ഞാൻ പറഞ്ഞു വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അല്ലേ? ഇത് എവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സാ? ഇത് എവിടെ പ്രവർത്തിക്കുന്ന ഫോഴ്സാ? ഇത് എവിടെ നിലനിൽക്കുന്ന ഫോഴ്സാ? ന്യൂക്ലിയസിന്റെ ഉള്ളില്. ഓക്കെ ഓക്കെ, എടാ അപ്പൊ ബീറ്റ ഡീക്കെ നടക്കുമ്പോ എന്തിനെ പുറത്തു വിടുന്നുണ്ട്? ബീറ്റ പാർട്ടിക്കിൾസും പുറത്തു വരുന്നുണ്ട്. അതിന്റെ കൂടെ എന്തും പുറത്തു വരാറുണ്ട്? ന്യൂട്രിനോ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ. വേറൊരു പാർട്ടിക്കിൾ അങ്ങ് ഓർത്താൽ മതി. വേറൊരു പാർട്ടിക്കിൾ, അതിന്റെ പേരെന്താ? ന്യൂട്രിനോ.
വേറൊരു പാർട്ടിക്കിളാണ്. അതിന്റെ പേരെന്താ? ന്യൂട്രിനോ. വേറൊരു പാർട്ടിക്കിൾ ബീറ്റ പാർട്ടിക്കിൾ നടക്കും, ബീറ്റ ഡീക്കെ നടക്കുമ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് ബീറ്റ പാർട്ടിക്കിൾ പുറത്തു വരും. അതിന്റെ കൂടെ ആരും പുറത്തു വരാറുണ്ട്? ന്യൂട്രിനോയും കൂടെ വരാറുണ്ട്. ഓർത്തോണം. ന്യൂട്രിനോ വരുന്നത് ഒറ്റ ഡീക്കയില് മാത്രമാണ്. ഏതാ? ബീറ്റ ഡീക്കെ. ആൽഫ ഡീക്കയിലോ ഗാമ ഡീക്കയിലോ എന്ത് പുറത്തു വരാറില്ല? ന്യൂട്രിനോ എന്ന് പറയുന്ന പാർട്ടിക്കിൾ പുറത്തു വരാറില്ല. പുറത്തു വരുമ്പോ ന്യൂട്രിനോ പുറത്തു വരണമെങ്കിൽ ഉറപ്പായിട്ടും ഏത് ഡീക്കെ നടക്കണം? ബീറ്റ ഡീക്കെ നടക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. ഈ ന്യൂട്രിനോ എന്താണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്? ഞാൻ ഇത്ര ഇപ്പൊ പറഞ്ഞുള്ളൂ. ബീറ്റ ഡീക്കെ നടക്കുമ്പോൾ എന്ത് പുറത്തു വരാറുണ്ട്? ന്യൂട്രിനോയും പുറത്തു വരാറുണ്ട്. ഓക്കെ. എന്താണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്? ഞാൻ പറഞ്ഞു. ഓക്കെ. ഈ ന്യൂട്രിനോ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ അല്ലേ? ഓക്കെ. ന്യൂട്രിനോ എന്ന് പറയുന്നത് എന്താ? ഒരു പാർട്ടിക്കിളാ. ഓക്കെ. ബീറ്റ ഡീക്കെ നടക്കുമ്പോൾ പുറത്തു വരുന്ന ഒരു പാർട്ടിക്കിൾ ആണ് എന്ത്? ന്യൂട്രിനോ. ഓക്കെ. ഈ ന്യൂട്രിനോയ്ക്കാണെങ്കിൽ മാസ് ഒന്നും ഇല്ല, ചെറിയ മാസാ, ഭയങ്കര നെഗ്ലിജിബിൾ ആണ്. നോ മാസ് എന്ന് വേണമെങ്കിൽ പറയാം. മാസ് ഇല്ല, നോ ചാർജ്. ഓക്കെ. ചാർജും മാസും ഇല്ലാത്തൊരു സാധനമാണ് എന്ത്? ന്യൂട്രിനോ. അതെപ്പോഴാ റിലീസ് ചെയ്യുക? ബീറ്റ ഡീക്കെന്റെ സമയത്ത്. അതെപ്പോഴാ റിലീസ് ചെയ്യുക? ബീറ്റ ഡീക്കെ നടക്കുമ്പോൾ ഇല്ലേ? ഈ ന്യൂട്രിനോയ്ക്ക് മറ്റുള്ള പാർട്ടിക്കിളുമായിട്ട് മറ്റുള്ള പാർട്ടിക്കിൾസുമായിട്ട് അതർ പാർട്ടിക്കിൾ, വേറെ ഏതെങ്കിലും പാർട്ടിക്കിൾ, ഉദാഹരണം പോസിട്രോൺ ആകാം, ഇലക്ട്രോൺ ആകാം, പോസിട്രോൺ ആകാം. ഇങ്ങനെയുള്ള ചില പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ. ഇങ്ങനെയുള്ള ചില പാർട്ടിക്കിളുമായിട്ട്, ഇലക്ട്രോണോ പോസിട്രോണോ അങ്ങനെയുള്ള ചില പാർട്ടിക്കിളുമായിട്ട് ഓക്കെ, ഈ ന്യൂട്രിനോയ്ക്കുള്ള ഈ ഫോഴ്സിനെ പറയുന്ന പേരാണ്. ന്യൂട്രിനോയ്ക്ക് ഇലക്ട്രോണോ പോസിട്രോണോ പോലുള്ള പാർട്ടിക്കിളുമായുള്ള ഫോഴ്സിനെ പറയുന്ന പേരാണ് എന്ത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. എന്താ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്? ഓക്കെ. ബീറ്റ ഡീക്കെ നടക്കുമ്പോൾ എന്ത് പുറത്തു വരും? ന്യൂട്രിനോ പുറത്തു വരും. ബീറ്റ ഡീക്കെ നടക്കുമ്പോൾ ന്യൂട്രിനോ പുറത്തു വരും. ഈ ന്യൂട്രിനോയ്ക്ക് ഇലക്ട്രോണോ പോസിട്രോണോ അങ്ങനെയുള്ള വേറെ പാർട്ടിക്കിളുമായിട്ട്, അങ്ങനെയുള്ള വേറെ ഒരുപാട് പാർട്ടിക്കിൾ ഉണ്ട്, അങ്ങനെയുള്ള പാർട്ടിക്കിളുമായിട്ടുള്ള ഫോഴ്സ് ആണ് എന്ത്? ഈ ന്യൂട്രിനോയ്ക്ക് മറ്റു പാർട്ടിക്കിളുമായിട്ടുള്ള ഫോഴ്സ് ആണ് എന്ത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. എന്താ പറയാ? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ. അപ്പൊ ഞാൻ എന്താണെന്ന് പറഞ്ഞു. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ഓക്കെ. ഇപ്പൊ ഇത് കിട്ടിക്കാണും. എന്താ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്? ഓക്കെ. ബീറ്റ ഡീക്കെ നടക്കുമ്പോൾ ബീറ്റ പാർട്ടിക്കിൾസിനോടൊപ്പം എന്തുകൊണ്ടാകും? ന്യൂട്രിനോ പാർട്ടിക്കിളും. ബീറ്റ പാർട്ടിക്കിൾസിനോടൊപ്പം എന്തും പുറത്തു വരും? ന്യൂട്രിനോ പാർട്ടിക്കിളും പുറത്തു വരും. ആന്റി ന്യൂട്രിനോ എന്ന് പറഞ്ഞ വേറെ പാർട്ടിക്കിൾ ഉണ്ട് കേട്ടോ. ഈ ന്യൂട്രിനോ പാർട്ടിക്കിൾ ഉണ്ടല്ലോ, ഈ പുറത്തു വരുന്ന ന്യൂട്രിനോ പാർട്ടിക്കിൾ ഉണ്ടല്ലോ, ഈ ന്യൂട്രിനോ പാർട്ടിക്കിളിന് വേറെ ചില പാർട്ടിക്കിളുമായിട്ട്, അതർ പാർട്ടിക്കിൾസ്, അതായത് ഇലക്ട്രോൺ പോസിട്രോൺ അങ്ങനെയുള്ള പാർട്ടിക്കിളുമായിട്ടുള്ള ഫോഴ്സിന് പറയുന്ന പേരാണ് എന്ത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അല്ലേ? ആണ്. ഓക്കെ. അപ്പൊ എന്താ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്? ഫോഴ്സ് ബിറ്റ്വീൻ ന്യൂട്രിനോ ആൻഡ് other particles like ആരാണ്? ഇലക്ട്രോൺസ് അല്ലെ? ഓക്കെ. ഇലക്ട്രോണോ പോസിട്രോണോ ആരായിക്കോട്ടെ. ഓക്കെ. അപ്പൊ എന്താ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്? ദ ഫോഴ്സ് ബിറ്റ്വീൻ ന്യൂട്രിനോ ആൻഡ് അതർ പാർട്ടിക്കിൾ. എന്താ? ഫോഴ്സ് ബിറ്റ്വീൻ ന്യൂട്രിനോ ആൻഡ് അതർ പാർട്ടിക്കിൾ. ഓക്കെ. ആ ന്യൂട്രിനോയും മറ്റു പാർട്ടിക്കിളും നമ്മൾ ഇന്ററാക്ഷൻ എടുക്കുന്ന പേരാണ് എന്ത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അല്ലേ? മനസ്സിലാണില്ല? ഓക്കെ. ന്യൂട്രിനോയ്ക്ക് വേറെ ഏതെങ്കിലും പാർട്ടിക്കിളായിട്ടുള്ള ഫോഴ്സിന് പറഞ്ഞ പേരാണ് എന്ത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ. ഞാൻ പറഞ്ഞു വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അല്ലേ? ഓക്കെ. ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എവിടെ കാണുക? ന്യൂക്ലിയസിലല്ലേ? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എവിടെ കാണുക? ന്യൂക്ലിയസിനകത്ത. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എവിടെ ആയിരിക്കും കാണുക? ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനകത്തല്ലേ? ഓക്കെ. ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ചെറുതല്ലേ? ഓക്കെ. നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താ പറഞ്ഞേ? ഇവിടെയുള്ള ഞാനും വീഡിയോ കാണാൻ നിങ്ങളും തമ്മിൽ വരെ എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. നമ്മൾ തമ്മിൽ ഭയങ്കര ദൂരത്തിലല്ലേ? ഓക്കെ. അതേപോലെയാണോ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അനുഭവപ്പെടുക? അല്ല. ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ്. അതിലെ ന്യൂക്ലിയസിനകത്ത് അനുഭവപ്പെടുന്ന ബലമാണ് എന്ത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്.
ഓക്കെ. അപ്പൊ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ചെറിയൊരു സാധനമല്ലേ, അപ്പൊ ഈ ന്യൂക്ലിയസിന്റെ റേഞ്ചിലല്ലേ ഈ ഫോഴ്സ് ഉള്ളൂ. ഓക്കെ, ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്ന അതിന്റെ റേഞ്ചിലല്ലേ ഈ ഫോഴ്സ് ഉള്ളൂ. ന്യൂക്ലിയസിന്റെ റേഞ്ചിലാണ് ഈ ഫോഴ്സ് അനുഭവപ്പെടുക. ഈ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ചെറിയ സാധനമല്ലേ, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയൊരു സാധനമല്ലേ, ഭയങ്കര ഷോർട്ട് അല്ലേ, ചെറിയൊരു റേഞ്ചിലല്ലേ ന്യൂക്ലിയസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ന്യൂക്ലിയസിന്റെ ലെവലിലാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അനുഭവപ്പെടുക. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സാധനമല്ലേ, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സാധനമാണ്. ഓക്കെ, അപ്പൊ ന്യൂക്ലിയസിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ചെറിയ റേഞ്ചാ, ഷോർട്ട് റേഞ്ചാ അല്ലേ. ഓക്കെ, ഈ ഷോർട്ട് റേഞ്ചിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് എന്ത്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഷോർട്ട് റേഞ്ചിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് എന്ത്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. എന്നാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഭയങ്കര ദൂരമാണെങ്കിൽ എന്ത് അനുഭവപ്പെടും, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അനുഭവപ്പെടും. പക്ഷെ ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അങ്ങനെ അനുഭവപ്പെടുവോ ഇല്ല. ന്യൂക്ലിയസിനകത്ത, ചെറിയ ന്യൂക്ലിയസിനകത്ത് അനുഭവപ്പെടുന്നേ, ഷോർട്ട് റേഞ്ചിലുള്ള ന്യൂക്ലിയസിനകത്ത് അനുഭവപ്പെടുന്നേ അല്ലേ, ആണ്. അപ്പൊ ഇത് എന്ത് ഫോഴ്സാ, വലിയ ദൂരത്തിൽ വെച്ചാൽ ഈ ഫോഴ്സ് അനുഭവപ്പെടുവോ ഇല്ല. ചെറിയ ഭയങ്കര ഷോർട്ട് റേഞ്ചിലായിരിക്കും ഏത് ഫോഴ്സ് അനുഭവപ്പെടുക, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പൊ ഇത് എന്ത് ഫോഴ്സ് ആണ്, ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. അപ്പൊ ഇത് എന്ത് ഫോഴ്സ് ആയിരിക്കും, ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആയിരിക്കും. അപ്പൊ ഇത് എന്ത് ഫോഴ്സ് ആയിരിക്കും, ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആയിരിക്കും. കാരണം ഈ ന്യൂക്ലിയസിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാ. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സാധനമാണ്, ഷോർട്ട് റേഞ്ചുള്ള സാധനമാണ്. അപ്പൊ ചെറിയ ഡിസ്റ്റൻസിൽ ഏത് ഫോഴ്സ് അനുഭവപ്പെടുള്ളൂ, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അനുഭവപ്പെടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് വിളിച്ചു, ഇവിടെ എന്ത് ഫോഴ്സാ, ഷോർട്ട് റേഞ്ച് ഫോഴ്സ്, ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. ന്യൂക്ലിയസിന് സൈസ് പറഞ്ഞതല്ലേ. ഓക്കെ, ന്യൂക്ലിയസിന്റെ റേഞ്ച് എത്ര ആയിരിക്കും, ന്യൂക്ലിയസിന്റെ സൈസ് എത്ര ആയിരിക്കും പറ. എത്ര ഓർഡർ പറഞ്ഞ 10⁻⁻15 മീറ്റർ ഇല്ലേ. ന്യൂക്ലിയസിന്റെ റേഡിയസ് ഞാൻ പറഞ്ഞാണ്, എത്രയാണ്, ന്യൂക്ലിയസിന്റെ റേഡിയസ് ആണല്ലോ അവന്റെ റേഞ്ച്, ന്യൂക്ലിയസിന്റെ റേഡിയസ് ആണല്ലോ അവന്റെ റേഞ്ച്. ഓക്കെ, ആ റേഞ്ചിൽ ഏത് ഫോഴ്സ് അനുഭവപ്പെടുള്ളൂ, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അനുഭവപ്പെടുള്ളൂ. ഓക്കെ, അപ്പൊ ന്യൂക്ലിയസിന്റെ റേഞ്ച് എത്രയായിരുന്നു, 10⁻⁻15 മീറ്റർ, 50 മീറ്ററിന്റെ ഓർഡറിലായിരിക്കും. അപ്പൊ ഈ ഫോഴ്സ് അനുഭവപ്പെടുന്ന എത്ര ഓർഡറിലായിരിക്കും, 10⁻⁻15 മീറ്ററിന്റെ ഓർഡറിലായിരിക്കും. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടെ പറഞ്ഞാൽ ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് തീർന്നു ഇല്ലേ. ഓക്കെ, എടാ നമ്മൾ പറഞ്ഞു 4 ഫണ്ടമെന്റൽ ഫോഴ്സ് ഇല്ലേ, ഏതൊക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ 4 ഫോഴ്സിൽ ഏറ്റവും വീക്ക് ഫോഴ്സ് ഏതാ, ഏറ്റവും ബലം കുറഞ്ഞ ഫോഴ്സ് ഏതാണെന്നറിയാമോ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഏറ്റവും വീക്കസ്റ്റ് കൂട്ടത്തിൽ ഏറ്റവും വീക്ക് ആരായിരുന്നു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, എടാ അവനേക്കാൾ ബലം കൂടിയ ആളാണ് ആര്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ ബലം കൂടിയ ആളാണ് ആര്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, എടാ ഇത് വീക്ക് തന്നെയല്ലേ, ആണ്. ഓക്കെ, 4 പേരിൽ വെച്ച് നോക്കുമ്പോ ഇവൻ എന്ത് തന്നെയാണ്, വീക്ക് തന്നെയാണ്. പക്ഷെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ എന്ത് കൂടുതലാ, സ്ട്രോങ് കൂടുതലാ. പക്ഷെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനേക്കാളും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനേക്കാളും എന്ത് കുറവാണ്, സ്ട്രെങ്ത് കുറവാണ് ഇല്ലേ. അപ്പൊ ഇവൻ വീക്ക് തന്നെയല്ലേ, കൂടത്തില് വീക്ക് തന്നെയാണ് ആര്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. പേര് തന്നെ ഉണ്ട് സാധനം എന്താണ്, വീക്കാണ്. പേര് തന്നെ ഉണ്ട് സാധനം എന്താണ്, വീക്ക് ഫോഴ്സ് ആയിരിക്കും. എന്താണ്, വീക്ക് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, ഇത്രയുമാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, 3 പോയിന്റ് ഏതൊക്കെ, എന്താണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ന്യൂട്രണോയും മറ്റുള്ള പാർട്ടികളും നമ്മളുടെ ഫോഴ്സ് ആയിരിക്കും എന്ത്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ ന്യൂട്രൺ എവിടെ ഉണ്ടാകുക, ബീറ്റ ഡീക്ക നടക്കുമ്പോ. ബീറ്റ ഡീക്ക നടക്കുമ്പോൾ എന്ത് പുറത്തു വരും, ബീറ്റ പാർട്ടികൾ പുറത്തു വരും. അതിനോടൊപ്പം ആര് പുറത്തു വരാറുണ്ട്, ന്യൂട്രനോയും. ഈ ന്യൂട്രനോയ്ക്ക് വേറെ ഏതെങ്കിലും പാർട്ടികളുമായിട്ടുള്ള ഇലക്ട്രോണോ പോസിട്രോണോ പോലുള്ള പാർട്ടികളുമായിട്ടുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സിന് പറഞ്ഞ പേരാണ് എന്ത്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ പേര് തന്നെ ഉണ്ട് ഇതെവിടെ അനുഭവപ്പെടുക, ന്യൂക്ലിയസിലല്ലേ. ഈ പേര് തന്നെ ഉണ്ട് ഇതെവിടെ അനുഭവപ്പെടുക, ന്യൂക്ലിയസിൽ. ഓക്കെ, അപ്പൊ ന്യൂക്ലിയസ് ഭയങ്കര ചെറിയ റേഞ്ചാ. ഓക്കെ, ന്യൂക്ലിയസ് പറഞ്ഞാൽ ചെറിയൊരു സാധനം, ചെറിയൊരു കാണാൻ തന്നെ പറ്റില്ല, ചെറിയൊരു സാധനം. അപ്പൊ ചെറിയ റേഞ്ചിലാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അനുഭവപ്പെടുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് വിളിച്ചു, ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്താ, ലോങ് റേഞ്ച് ഫോഴ്സ് അല്ലെ, അല്ലെങ്കിൽ ഹൈ റേഞ്ച് ഫോഴ്സ്. ഇവനെന്താ, ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. ന്യൂക്ലിയസിന്റെ റേഞ്ചിലായിരിക്കും ആരനുഭവപ്പെടുക, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. എടാ ന്യൂക്ലിയസിന്റെ റേഡിയസ് എത്ര, ന്യൂക്ലിയസിന്റെ റേഞ്ച് എത്ര, 10⁻⁻15 അല്ലേ, ഞാൻ പറഞ്ഞല്ലേ. ആറ്റത്തിന്റെ റേഡിയസ് എത്ര, 10⁻⁻10. ന്യൂക്ലിയസിന് എത്ര, 10⁻⁻15 അല്ലേ.
ഓക്കെ ഓക്കെ. ഇവൻ എന്താണ്? വീക്കാണ്. പേര് തന്നെ ഉണ്ട്, ഇവൻ എന്തായിരിക്കും? വീക്ക് ആയിരിക്കും. അപ്പൊ ഇവരുടെ മൂന്നാമത്തെ പേരെന്താ? വീക്ക് ഫൂൾസ് ആണ്. ഇവരുടെ മൂന്നാമത്തെ പേരെന്താ? വീക്ക് ഫൂൾസ്. ഇതാണ് നമുക്ക് രണ്ടാമത്തെ ഫണ്ടമെന്റൽ ഫോഴ്സ് ആയ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സംഭവം മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പം ഇത്രയും 3 പോയിന്റാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഓക്കെ, അതുവരെ